എന്റെ പരിപാടിക്കൊക്കെ പോയി ആശയുടെ അടുത്തല്ലേ ഹലോ, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഓക്കെ ഇൻ കൺമണി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ന്യൂ ഇയറിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. പക്ഷെ പോസ്റ്റ് ആക്കാൻ കുറച്ച് വൈകിപ്പോയിണ്ടായിരുന്നു. അപ്പോൾ ന്യൂ ഇയറിൻ്റെ അന്ന് തലേന്നൊന്നും നമ്മൾ പ്രത്യേകിച്ചൊരു പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം പുറത്ത് പോകാൻ ഞാൻ എല്ലാ വർഷവും ആദർശൻ്റെ അടുത്ത് പറയുന്നത്, ആദർശയുടെ ന്യൂ ഇയർ ആയിട്ട് നമുക്ക് രാത്രി ഒന്ന് പുറത്ത് പോകാം. ആദർശൻ്റെ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് തിക്കിൻ്റെ ഇടയിലും തിരക്ക് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ ഞങ്ങൾ എപ്പോഴും കച്ചറ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ കൊല്ലത്തെ ന്യൂ ഇയറിനും ഞങ്ങൾ തമ്മിൽ കച്ചറയായി, ഇപ്രാവശ്യത്തെ ന്യൂ ഇയറിൻ്റെ അന്നും ഞങ്ങൾ തമ്മിലാണ്. ന്യൂ ഇയറിൻ്റെ അന്ന് 12 മണിക്ക് കിട്ടുന്ന കുറച്ച് വൈബൊക്കെ ഉണ്ടല്ലോ. ഞാൻ കുറേ വീഡിയോസ് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, മറ്റേ പടക്കം പൊട്ടിക്കലും പിന്നെ മറ്റേ സംഭവം കത്തിക്കലും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. പക്ഷേ ആദർശന് ഭയങ്കര എന്താ പറയുക, തിക്കും തിരക്കാണ്, ആൾക്കാരുണ്ടാവും അതിൻ്റെ ഇടയിൽ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നീട് വല്ല പ്രശ്നം ഉണ്ടായിട്ട് എൻ്റെ അടുത്ത് പറയണ്ട അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്നായി നെഗറ്റീവ് അടിപ്പിക്കും. പിന്നെ ആദർശനം പുറത്ത് കൊണ്ടുപോവുക ന്യൂ ഇയറിൻ്റെ അന്ന് വൈകിട്ടുണ്ടല്ലോ, വൈകിട്ട് തിക്കും തിരക്കൊന്നും ഇല്ലാതെ പീസ്ഫുള്ളായിട്ടുള്ള സമയത്ത് മാത്രമാണ് ആദർശേട്ടൻ പുറത്തേക്ക് കൊണ്ടുപോകുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ന്യൂ ഇയറിൻ്റെ അന്ന് വൈകിട്ട് ഞങ്ങൾ ബീച്ചിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. ന്യൂ ഇയറിൻ്റെ തലേന്നൊക്കെ ചങ്ങ നല്ല അടിപൊളിയാവട്ടെ. ഞാൻ കുറേ പേരുടെ സ്റ്റോറീസും വീഡിയോസും ഒക്കെ കണ്ട് നമ്മുടെ കാലിക്കറ്റ് ഒരേ എന്താ പറയുക നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് കുറേ വീഡിയോസൊക്കെ കണ്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ പോയി അന്ന് ഒന്നും ഉണ്ടാവില്ല. ഞാൻ വിചാരിക്കും ഇത്രയും പെട്ടെന്ന് അവർ ആ സംഭവങ്ങളൊക്കെ മാലബൾബും ഒക്കെ എങ്ങനെ അഴിച്ചെന്ന്. ഞങ്ങൾ പോണ വഴിക്ക് ഒരൊറ്റ സംഭവമില്ല കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ അമ്മമ്മേനെയും അമ്മച്ചിനെയൊക്കെ കൂട്ടിയിട്ട് പോവാണ്. അപ്പോൾ ഓട്ടോയിൽ മാമ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇരുവയിൽ മാമ ഓട്ടോ ഓടുന്നുണ്ട്. അപ്പോൾ മാമനെ കണ്ടപ്പോൾ ടാറ്റ കൊടുത്താണ്. അപ്പോൾ അമ്മച്ചിനൊക്കെ പുറത്ത് പോയിട്ട് കുറേ നാളായി ബീച്ചിലേക്കൊക്കെ പോയിട്ട്. അപ്പോൾ അമ്മച്ചിനൊക്കെ കൂട്ടിയിട്ട് ഇതാണ് കേട്ടോ ശരിക്കും പറയാം ചങ്ങ സേഫ്. ഇവരെ അമ്മമ്മയും അമ്മച്ചിനൊക്കെ ആയിട്ട് പോകുമ്പോൾ അപ്പോൾ തിക്കും തിരക്കുണ്ടാവില്ല, നമുക്ക് സമാധാനമായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഇതാ പോണ വഴിക്ക് ആദർശന് ഇപ്പോൾ റീസെൻ്റ്ലി ഫേവറേറ്റ് ആയിട്ടൊരു സംഭവമാണ് നമ്മുടെ പനനൊങ്ക്. ഇപ്പോൾ നാളെ തൃശ്ശൂർ പോകുമ്പോൾ ഞങ്ങൾ എവിടേക്കോ പോയിട്ട് വരുമ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ആദർശേട്ടൻ നമ്മുടെ വണ്ടി നിർത്തി ഈ സംഭവം വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. ആദർശേട്ടന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇങ്ങനെ പൊളിച്ചു കൊടുക്കണം, നമ്മൾ പൊളിച്ചിട്ട് മറ്റേ വെള്ളമൊന്നും കളയാതെ അങ്ങനെ ഇതാക്കാം. അങ്ങനെ ഇതാ അമ്മച്ചിനെ ഇതാ ആദർശേട്ടൻ പൊട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇനി അമ്മേനെ കൂട്ടാൻ പോകണം കേട്ടോ. നമുക്ക് അമ്മേനെ കൂട്ടിയിട്ട് വേണം പോവാൻ. പിന്നെ ഇതാ എനിക്കും അധികം ഇഷ്ടമൊന്നുമല്ല, എന്നാലും ആദർശേട്ടൻ തന്നിക്കുമ്പോൾ കഴിക്കുന്നതെന്ന് മാത്രം. പിന്നെ ഇതാ നമ്മൾ അമ്മയുടെ ഹോസ്പിറ്റലിലെത്തി. ട്രിനിറ്റി ഹോസ്പിറ്റലാണ് അമ്മ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തി. പിന്നെ അമ്മയ്ക്ക് ഇറങ്ങാൻ ടൈം ആയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഓൾറെഡി കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് 5:45 6 മണി ആവാതെ അമ്മയ്ക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും അമ്മമ്മയും ആദർശേട്ടനും കൂടിയിട്ട് അമ്മ വർക്ക് ചെയ്യുന്ന അവിടെ കഫ്റ്റീരിയയുടെ അവിടേക്ക് പോയിട്ടോ. അപ്പോൾ അമ്മേനെ അവിടെ കാണാനില്ല. ഞങ്ങളപ്പോൾ അമ്മ എവിടെ പോയി നോക്കുമ്പോൾ അമ്മ ഇതായി അവിടെ നിന്ന് നടന്ന് വരുന്നു. പിന്നെയും ഞങ്ങൾ കുറച്ച് നേരം അവിടെ പോസ്റ്റായിട്ടോ. അമ്മയുടെ കണക്കും കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അവിടെ കൊടുത്തിട്ടാണ് നമുക്ക് വരാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആദർശമായിട്ട് അവിടെ നിന്ന് വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു. പിന്നെ അമ്മയുടെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് അമ്മ എല്ലാവരെയും കുറിച്ച് പറഞ്ഞിട്ട് നമുക്കറിയാം എല്ലാവരെയും. പിന്നെ അമ്മയ്ക്ക് ക്രിസ്മസ് ഫ്രണ്ട് അല്ല, ന്യൂ ഇയർ ഫ്രണ്ടിനൊക്കെ തിരഞ്ഞെടുക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അമ്മയുടെ ഗിഫ്റ്റ് അമ്മ എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ ഞങ്ങൾ എല്ലാവരും 3 പേരും കൂടിയിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ അവിടെ ഇരിക്കേണ്ടി വന്നു. അങ്ങനെ ഇതാ നമ്മൾ അമ്മയുടെ ബില്ലൊക്കെ കൊടുത്ത് മറ്റേ കണക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി ബീച്ചിൽ പോകാൻ കേട്ടോ. അപ്പോൾ അമ്മച്ചൻ കുറേ നേരം കാറിലിരുന്ന് പോസ്റ്റ് അടിച്ചിട്ടുണ്ടാവും. കാരണം കുറേ നേരം ഞങ്ങൾ അവിടെ മുകളിൽ നിന്നല്ലോ. അപ്പോൾ അമ്മച്ചൻ കാറിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അമ്മച്ചൻ കുറേ പിന്നെ ഈ പോസ്റ്റ് എനിക്ക് ഭയങ്കര ഇതായിട്ടോ. ചങ്ങാതി നന്നായാൽ കണ്ണാടി വേണ്ടെന്നും ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരിങ്ങനെ ഒരു പോസ്റ്റൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വേഗം അമ്മയുടെ ഗിഫ്റ്റ് ഒന്ന് പൊട്ടിച്ച് നോക്കിട്ടോ. അടിപൊളി ഒരു ചുരിദാർ അമ്മയ്ക്ക് അമ്മയുടെ ന്യൂ ഇയർ ഫ്രണ്ട് അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അമ്മയും തലേന്ന് വരുമ്പോൾ അമ്മ ഷോപ്പിൽ പോയി ഡ്രസ്സൊക്കെ കൊടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്കും ഒരു ന്യൂ ഇയർ ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാ നമ്മൾ ബീച്ചിലേക്ക് എത്താറായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു നല്ല തിരക്കൊക്കെ ഉണ്ടാകും. പക്ഷെ അധികം തിരക്കും ആരുമില്ല കേസ്, അധികം തിക്കും തിരക്കോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മൾ ആദ്യം ഫുഡ് അടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ ബീച്ചിൽ വന്നു വെച്ചാൽ നമ്മുടെ മെയിൻ ഒരു ഇത് പറഞ്ഞാൽ കാടമുട്ട, കല്ലുമ്മക്കായക്ക് അധികം ഇഷ്ടമല്ല കേസ്. ഇവർക്കൊക്കെ ഭയങ്കര
ഭയങ്കര ആദർശൻ്റെ ഒക്കെ ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കല്ലുമ്മക്കായ. പക്ഷേ എനിക്കധികം സെറ്റല്ല. അപ്പോൾ ഞാൻ കല്ലുമ്മക്കായൊന്നും കഴിച്ചില്ല. പിന്നെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സുഖമായിട്ട് പറ്റി. കാരണം അമ്മച്ചനുണ്ടല്ലോ, അമ്മച്ചനെ എടുത്തിട്ട് അങ്ങോട്ട് പോകേണ്ട കാര്യം കുറച്ച് ടാസ്ക്കാണ്. ഇപ്പം അമ്മച്ചനെ ഇവിടെ ഇരുന്നാലും ഏറെക്കുറെ ഒരു കാറ്റും ഇതൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ നമുക്ക് അധികം തിരക്കില്ലാത്ത കാരണം നമുക്ക് സേഫായിട്ട് ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനും പറ്റി. പിന്നെ ഒരു കടയുടെ ഓപ്പോസിറ്റിന് നിൽക്കണ നമുക്ക് എല്ലാ സംഭവം വാങ്ങിച്ചു കൊടുക്കാനും കഴിക്കാനും ഒക്കെ പറ്റി കേട്ടോ. പിന്നെ നമ്മൾ ഓരോന്നായിട്ട് വാങ്ങിച്ചു തുടങ്ങി. ഫസ്റ്റ് തന്നെ വാങ്ങിച്ചത് കോളിഫ്ലവർ ആയിരുന്നു. അപ്പോൾ കോളിഫ്ലവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫസ്റ്റൊന്നും എനിക്ക് അധികം ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോളിഫ്ലവർ ഇങ്ങനെ പൊരിച്ചുള്ള സംഭവം. അതും സോസൊക്കെ മുക്കിയിട്ട് ഞങ്ങൾ കഴിച്ചു. പിന്നെ നെക്സ്റ്റ് വാങ്ങിച്ചത് കല്ലുമ്മക്കായ ഞാൻ എടുത്തില്ല. ഇവിടെ അമ്മച്ചൻ ആദർശേടൻ എല്ലാവരെയും കൂടിയിട്ട് കഴിച്ചു. പിന്നെ കുറച്ച് ആൾക്കാർ അധികം തിരക്കൊന്നുമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പിന്നെ നല്ലൊരു അടിപൊളി വൈബ് കേട്ടോ. ഞങ്ങളൊരു 5:30 ആകുമ്പോഴേക്കും സൺസെറ്റൊക്കെ കാണണമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊന്നും പറ്റില്ല, കാരണം അമ്മ വരണല്ലോ. പിന്നെ അടുത്തത് കാടമുട്ട കഴിക്കുന്ന സമയത്ത് ആൾ പറഞ്ഞു ഇപ്പോൾ ചൂടാക്കിയിട്ട് തരാമെന്ന്, പുതിയതുണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട. അപ്പോൾ ചൂടോടെ കഴിക്കാൻ പറഞ്ഞിട്ട് ആൾ വേഗം ഉണ്ടാക്കി തരികയാണ് കേട്ടോ. ആളിതേ കുറച്ച് മുളകും പൊടിയും പിന്നെ മഞ്ഞപ്പൊടിയും അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് നന്നായി വറുത്തെടുത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മറ്റേ ഈ സംഭവം. പിന്നെ ഞാൻ മുന്നൊക്കെ റീൽസൊക്കെ കാണും കേട്ടോ, എൻ്റെ കല്യാണത്തിനൊക്കെ മുന്നേ. അപ്പോൾ ഞാൻ വിചാരിക്കും എന്തിട്ട് ഈ സംഭവം, കാരണം ഞങ്ങളുടെ തൃശ്ശൂരിലൊന്നും ഈ സംഭവം ഇല്ല ഗൈസ്. ഞാൻ എവിടെയും കണ്ടിട്ടില്ല, ഞങ്ങളുടെ ബീച്ച് സൈഡൊന്നും ഇല്ല അങ്ങനത്തെ. അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് കല്യാണം. ഇപ്പം എനിക്ക് നല്ല വ്യത്യാസം, ഞാൻ തടിച്ചു ഗൈസ്. ഞാൻ നന്നായി തടി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് കുറച്ച് ഇഞ്ചക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ആ ഇഞ്ചക്ഷൻ അടിച്ച പിന്നെ ഞാൻ നന്നായി തടിക്കുന്നുണ്ട്. എൻ്റെ മുന്നത്തെ വീഡിയോസ് ഞാൻ റീൽസൊക്കെ എൻ്റെ കാണുന്നവരും പറഞ്ഞിരുന്നു നന്നായി മെലിഞ്ഞെന്ന്. പക്ഷേ ഇപ്പോൾ ഒരു മാസം കൊണ്ട് ഞാൻ പെട്ടെന്ന് നല്ല ബോറായിട്ട് തടിച്ചു തുടങ്ങി. എനിക്ക് തന്നെ ടെൻഷനായി തുടങ്ങി ഗൈസ്. പിന്നെ ചായയൊക്കെ വാങ്ങിച്ചു. നല്ല ചൂടുള്ള ചായ ആയിരുന്നു കേട്ടോ. അപ്പോൾ ചായയൊക്കെ കുടിച്ചു. പിന്നെ അടുത്തത് ഓർഡർ ചെയ്ത് വെക്കുന്നത് ഗ്രീൻ ബീൻസ്. അപ്പോൾ ഗ്രീൻ ബീൻസ് ആൾ ഉണ്ടാക്കാം കേട്ടോ, മുട്ടയൊക്കെ ഇട്ടിട്ട്. അതും നല്ല രസമാണ്. നമ്മുടെ തൃശ്ശൂരും കൂടിയും ഈ സംഭവം വരണം, ഫുഡിൻ്റെതും ഈ സംഭവം അടിപൊളിയാവും വന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെ അവിടെ ഇങ്ങനത്തെ സംഭവം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഈ ചാവക്കാട് ബീച്ചിലൊന്നും ഇല്ല. ഇവിടെ ഇതാണ് കേട്ടോ മെയിൻ, ഫുഡാണ് മെയിൻ ബീച്ചിക്ക് വരുമ്പോൾ. പിന്നെ എല്ലാവരും കടമുട്ടയൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ നടക്കാമെന്ന് വിചാരിച്ചു, ബീച്ചിൻ്റെ സൈഡൊക്കെ നടന്നു പോവാം, ഇങ്ങനെ വെറുതെ ചുറ്റിക്കറങ്ങി നടക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. ഞങ്ങളവിടെ കുറച്ച് നേരമൊക്കെ ചുറ്റിക്കറങ്ങി നടന്നു. പിന്നെ ഞങ്ങളവിടെ പോയി ഇരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഓപ്പോസിറ്റ് ബാദർഷായിട്ട് അവിടെ പോയിട്ട് എന്തോ വെള്ളമൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട്. ഞങ്ങളിവിടെ വർത്താനൊക്കെ പറഞ്ഞ് പോപ്കോണൊക്കെ കഴിച്ചിട്ട് ഞാനും അമ്മയും കൂടിയിട്ട് അവിടെ ഇരുന്നു. അമ്മമ്മയ്ക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്നായിരുന്നു, കുറച്ചുകൂടി നേരം അവിടെ ഇരിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ അമ്മച്ച അവിടെ ഒറ്റയ്ക്ക് പോസ്റ്റാണല്ലോ, അമ്മച്ചൻ കണ്ടോ ഇരിക്കുന്നു, ഫോണൊക്കെ വിളിച്ച് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്തുനിന്ന് തന്നെ ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ കഴിച്ചത് കുറ്റിക്കാട്ടൂരുള്ള
കുറ്റിക്കാട്ടൂർ തന്നെയല്ലേ ഗൈസ്, ഇവിടെ നമ്മൾ കഴിക്കാറുണ്ട് കേട്ടോ. നല്ല അടിപൊളി ഫുഡാണ്. അപ്പം നമ്മൾ ഇവിടെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഇത് അമ്മച്ചനെ അവിടെ ഇരുന്നു. അമ്മച്ചന് ഇങ്ങനെ പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലെങ്കിലും അമ്മച്ചന് ഇങ്ങനെ കാറിലും ഓരോ സ്ഥലങ്ങളൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞങ്ങൾക്ക് മുന്നേ നല്ല പരിചയമുള്ള സ്ഥലമാണ് കേട്ടോ. നമ്മൾ എപ്പോഴും ഇവിടെ വന്നിട്ട് ഫുഡ് കഴിക്കാറുണ്ട്. മന്തിയൊക്കെ അടിപൊളിയാണ്, ബിരിയാണി. പിന്നെ പിന്നെ ഒരു സംഭവം ഉണ്ടല്ലോ, ചപ്പാത്തിയുടെ പകരം എന്തോ റൊട്ടിയോ അങ്ങനെ എന്തോ ഒരു പേര് പറയും, അത് ആദർശാണ് ഭയങ്കര ഇഷ്ടം. അതൊക്കെ ഇവിടെ നിന്ന് വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാറുണ്ട്. പിന്നെ ഇത് നമ്മൾ കൈയൊക്കെ കഴുകി ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കാറിൽ കയറാൻ നിൽക്കുന്ന സമയത്താണ് ഒരു ഓട്ടോ വന്നിട്ട് സൈഡിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഞങ്ങളുടെ മാമനായിരുന്നു. അപ്പോൾ മാമനെ ഞങ്ങൾ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് സംസാരിക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നു. രാവിലെ സോറി, ഉച്ചയ്ക്ക് ഞങ്ങളവിടെ പോണ വഴിക്ക് മാമൻ അവിടെ ഓട്ടോ സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും അമ്മ ഓടി ചെന്നിട്ട് മാമനെ വിളിച്ചു കേട്ടോ. അങ്ങനെ ഇതാ മാമൻ ഓട്ടോ സൈഡാക്കി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് കുറച്ച് നേരം അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ മാമനോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് മാമൻ കഴിക്കുകയൊന്നും ചെയ്തില്ല കേട്ടോ. മാമൻ കഴിച്ചു എന്നോ അതോ വീട്ടിൽ നിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തി. ഞങ്ങൾ പോരുമ്പോൾ അച്ഛനെ ലേറ്റ് ഇട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളൊരു 4:30 ആകുമ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇരുട്ടായിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് ലൈറ്റൊക്കെ ഇട്ടു. ഇനി വാതിൽ തുറക്കണം. അത് അമ്മയും അമ്മമ്മയൊക്കെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതാ നമ്മൾ അമ്മച്ചിനൊക്കെ എടുത്തു. അമ്മച്ചിൻ്റെ അടുത്ത് അകത്തേക്ക് കൊണ്ട് കിടത്തി. അപ്പം നമ്മുടെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.